വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ തേർഡ് സെം ബോട്ടണിയിൽ വരുന്ന ഫൈക്കോളജി, ബയോളജി ആൻഡ് ടെറിഡോളജിയിൽ വരുന്ന ഒരു പോർഷനാണ് എന്ത്, എപ്പോഗമി. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, എപ്പോഗമി, എപ്പോസ്പോറി. എപ്പോസ്പോറി തമ്മിലുള്ള ഡിഫറൻസിയേഷൻസ് എന്തൊക്കെയാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഗമി എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അപ്പോഗമി എന്ന് പറയുന്ന ടേമും എപ്പോസ്പോറി എന്ന് പറയുന്ന ടേമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. എപ്പോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി, ഗാമിറ്റോഫൈറ്റിക് ടിഷ്യൂവിൽ നിന്ന് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. എങ്ങനെ, ഗാമറ്റിക് ഫ്യൂഷൻ ഇല്ലാതെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, എപ്പോഗമി എന്ന് പറയാം. എന്താണ്, ഗാമറ്റോഫൈറ്റിക് ടിഷ്യൂവിൽ നിന്ന് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്, ഗാമറ്റിക് ഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, it is the development of sporophyte from the gametophytic tissue without gametic fusion. ആ വിത്തൗട്ട് ഗാമറ്റിക് ഫ്യൂഷൻ എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, മാർക്ക് കിട്ടില്ല. എപ്പോഗാമിക് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, വെജിറ്റേറ്റീവ്ലി ആയിരിക്കും ഗ്രോ ചെയ്യുന്നുണ്ടാവുക. ബഡ്ഡിങ് വഴി വെജിറ്റേറ്റീവ്ലി ഗാമറ്റോഫൈറ്റിൽ ബഡായിട്ടായിരിക്കും എന്ത്, ഈ എപ്പോഗാമിക് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്താണ്, ഗാമറ്റോഫൈറ്റിൻ്റെ അതേ പ്ലോയിഡ് തന്നെ ആയിരിക്കും ആർക്കും ഉണ്ടാവുക, നമ്മുടെ സ്പോറോഫൈറ്റിനും ഉണ്ടാവുക. എപ്പോഗമി ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ഫാർലോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1874 ടെറിസ് എറിറ്റിക്കയിലാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഈ എപ്പോഗമി എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിന. അപ്പോൾ എപ്പോഗമി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തിട്ടുള്ളത് ഡിബാരി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് 1878. ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്ഷൽ ഫ്യൂഷൻ ഇല്ലാത്ത എല്ലാ കേസിനും എന്ത് പറയും, എപ്പോഗമി എന്ന് പറയും. സെക്ഷൽ ഫ്യൂഷൻ നടക്കാത്ത എല്ലാ കേസിനും എന്ത് പറയും, എന്താ, എപ്പോഗമി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഫോൺസിൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഗമിയാണ് കുറച്ചുകൂടെ കോമൺ, എപ്പോസ്പോറിനേക്കാളും കുറച്ചുകൂടെ എപ്പോഗമിയാണ് കോമൺ ആയിട്ട് നടക്കുന്നത്. ഏകദേശം 50 സ്പീഷീസ്, ഫോൺസിൽ 50 സ്പീഷീസിന് എന്താണ്, എപ്പോഗമി എന്ന് പറയുന്നത് നാച്ചുറലി നടക്കുന്ന ഒരു ഫിനോമിനയാണ്. ഇത് എപ്പോഴാണ് നടക്കുകയെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ 2 സെക്സ് ഓർഗനും ആബ്സെൻറ്റോ നോൺ ഫങ്ഷനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്സ് ഓർഗൻ ആബ്സെൻറ്റോ അല്ലെങ്കിൽ നോൺ ഫങ്ഷണലോ ആവുന്ന സമയത്താണ് ഈ ഒരു എപ്പോഗമി നടക്കുന്നത്. എപ്പോഗമി എന്ന് പറയുന്ന ഈ നാച്ചുറൽ ഫിനോമിന നടക്കുന്നത്. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ഒബ്ലിഗേറ്റ് എപ്പോഗമി എന്ന് പറയാം. അതായത് ഏതെങ്കിലും സെക്സ് ഓർഗനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്സ് ഓർഗനോ അല്ലെങ്കിൽ 2 സെക്സ് ഓർഗനും നോൺ ഫങ്ഷണലോ അല്ലെങ്കിൽ ആബ്സെൻറ്റോ ആകുന്ന സമയത്ത് നടക്കുന്ന എപ്പോഗമിനെയാണ് നമ്മൾ ഒബ്ലിഗേറ്റ് എപ്പോഗമി എന്ന് പറയാം. ഇത് കൂടാതെ നമുക്ക് എന്താണ്, ഫങ്ഷണൽ ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് ഉള്ള ഗാമറ്റോഫൈറ്റിൽ എന്ത് ചെയ്യിക്കാം, ഈ എപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്സിനെ എന്ത് ചെയ്യാം, ഇൻഡ്യൂസ് ചെയ്തിട്ട് എപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിനെ ഉണ്ടാക്കാം. അതായത് നോർമൽ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് ഉള്ള ഗാമറ്റോഫൈറ്റ്സിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാക്കാം, എപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്സ് ഉണ്ടാക്കാം. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ഫാക്കൾട്ടേറ്റീവ് അപ്പോഗമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡ്രയോപ്ടെറിസ്, അഡിയാൻഡം, ടെറിസ്, ഓസ്മുണ്ട, പോളിസ്റ്റിക്കം, അസ്പ്ലിനിയം, ഈ സ്പീഷീസിനൊക്കെ, ഈ ഫോൺസിനൊക്കെ ഒബ്ലിഗേറ്റ് എപ്പോഗമി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നടക്കുന്നതാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രോത്താലി, ഈ ഫോൺസിൻ്റെ പ്രോത്താലിയിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ആന്തറേഡിയം ഉണ്ട്. പക്ഷേ എന്താണ്, ആർക്കിഗോണിയ എന്ന് പറയുന്നത് എന്താണ്, ഒന്നുകിൽ നോൺ ഫങ്ഷണൽ അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഫോൺസിൽ ഡ്രൈ ഹാബിറ്റാറ്റ്സിലൊക്കെ എന്താണ്, ഡ്രൈ ഹാബിറ്റാറ്റ്സിലാണ് ഫോൺസ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം എന്താണ് ഉണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ എന്താണ്, സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്താണ് ബുദ്ധിമുട്ടാണ് അല്ലേ. അങ്ങനത്തെ കേസിൽ എന്താണ്, ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള എപ്പോഗമിയാണ് ഡ്രൈ കണ്ടീഷൻസിലൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി എപ്പോഗമിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് പറയുകയാണ്. നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ
നോക്കേണ്ടത്. ഇത് ജസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് പറയുന്നുള്ളൂ. അതിൻ്റെ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോഗമസിലി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറോഫൈറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കും, ഒരു സിംഗിൾ സെല്ല് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല്. എവിടുത്തെ ഗാമെറ്റോഫൈറ്റത്തെ ഒരു സിംഗിൾ സെൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്നായിരിക്കും ഈ ഒരു സ്പോറോഫൈറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കിഗോണിയത്തിൻ്റെ ബേസിൻ്റെ അടുത്തുള്ള ഒരു സെല്ല് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള കുറച്ച് സെല്ല് അതിൽ നിന്നായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അൺഓപ്പൺഡ് ആയിട്ടുള്ള ആർക്കിഗോണിയത്തിൻ്റെ ഓവത്തു നിന്നായിരിക്കും ഈ ഒരു സ്പോറോഫൈറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗാമിറ്റോഫൈറ്റിക് ടിഷ്യൂ സ്പോറോഫൈറ്റിക് ടിഷ്യൂ ആവുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബൗണ്ടറി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു ബൗണ്ടറി കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് ഗ്രാജുവലായിട്ട് ഈ ഗാമിറ്റോഫൈറ്റിക് ടിഷ്യൂ സ്പോറോഫൈറ്റിക് ടിഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബൗണ്ടറി, ആ സ്പോറോഫൈറ്റും ഗാമിറ്റോഫൈറ്റും തമ്മിലുള്ള ബൗണ്ടറി എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ സ്പൊറാഞ്ചി ആയിരിക്കും, സ്പോർസ് ഉള്ള സ്പൊറാഞ്ചി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെയോ സ്റ്റെമ്മിൻ്റെയോ ലീഫിൻ്റെയോ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അപ്പോഗാമസ് സ്പോറോഫൈറ്റും ഗാമിറ്റോഫൈറ്റിനും എന്തായിരിക്കും, സെയിം പ്ലോയിഡി ലെവലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് ഗാമിറ്റോഫൈറ്റിൽ നിന്ന് ബഡ് രൂപത്തിൽ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും, രണ്ടിൻ്റെയും പ്ലോയിഡി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ഒബ്ലിഗേറ്റ് അപ്പോഗാമസ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, രണ്ട് ജനറേഷനും എന്തായിരിക്കും, ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൽ നിന്നായിരിക്കും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് നിന്നായിരിക്കും. ഈ സ്പോർ പ്രൊഡക്ഷൻ്റെ സമയത്ത് ചില മോഡിഫിക്കേഷൻ നടന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടായിരിക്കും ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവുന്നുണ്ടാവാം. ഇനി അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നോർമൽ എംബ്രയോ പോലെ ആയിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോഗമി ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്, ഒരു അപ്പോഗമി ഇൻഡക്ഷന് ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന 3 ഫാക്ടേഴ്സാണ് പറയുന്നത്. അതെന്താണ്, പ്രോതാലി സെൽസിന് മെരിസ്റ്റമാറ്റിക് ആവാനുള്ള എബിലിറ്റി, ഫെർട്ടിലൈസേഷൻ പ്രിവെൻഷൻ നടക്കുന്ന സമയത്ത്, പിന്നെന്താണ്, പ്രോതാലസ് ഡയറക്റ്റ് ഇലൂമിനേഷന് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത്. അപ്പോഴൊക്കെയാണ് ഈ അപ്പോഗമി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി അപ്പോഗമി നടക്കാനായിട്ട്, അതായത് അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഫേണിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് 3 ഫാക്ടേഴ്സ് അപ്പോഗമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റലി തെളിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മാക്സിമം നമ്പർ അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 4% ഷുഗർ സൊല്യൂഷനിൽ എന്ത് ചെയ്യണം, ഇനീഷ്യൽ ഫേസിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ കുറച്ചധികം അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്ത്, അതായത് ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നോർമലി സുക്രോസിൻ്റെ കോൺസെൻട്രേഷൻ ലോവർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ആദ്യം ഇനീഷ്യൽ സമയത്ത് 4% സുക്രോസ് സൊല്യൂഷനിലായിരിക്കണം ഗാമിറ്റോഫൈറ്റ് പ്ലേസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുള്ള സുക്രോസ് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യാം. അതാണ് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇനി ലൈറ്റിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർ റെഡ് ലൈറ്റ്
ആദ്യം ഫാർ റെഡ് ലൈറ്റ് കൊടുക്കുക, പിന്നെ ബ്ലൂ ലൈറ്റ് കൊടുക്കുക, പിന്നെ വൈറ്റ് ലൈറ്റ് കൊടുക്കുക. ഇതാണ് എന്താണ് കുറച്ചുകൂടെ എന്താണ് അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എഫക്റ്റീവായിട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ആദ്യം ഫാർ റെഡ് കൊടുക്കുക, പിന്നെ ബ്ലൂ ലൈറ്റ് കൊടുക്കുക, പിന്നെ വൈറ്റ് ലൈറ്റ് കൊടുക്കുക. അതാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ളത്. പിന്നെ ഹോർമോൺസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് 2,4-D, അതായത് 2,4-D, അതുപോലെ തന്നെ ജിബർലിക് ആസിഡ്, ഇൻഡോളസെറ്റിക് ആസിഡ്, ട്രിപ്റ്റോഫാൻ, ഇതൊക്കെ എന്താണ് ഗാമിറ്റോഫൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗാമിറ്റോഫൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അവിടെ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, കുറവായിരിക്കണം. അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഉണ്ടാവാനായിട്ട് പ്രോത്താലി എന്ന് പറയുന്നത് എത്തിലീനിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് എന്താണ് അപ്പോഗാമസ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഫോം ചെയ്യും. ഇനി ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പോഗമി എന്ന് പറയുന്നത് പോളിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റിൽ കോമൺ ആണ്. പോളിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റിലാണ് കുറച്ചുകൂടെ കോമൺ. ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്രോത്താലിനേക്കാളും കുറച്ചുകൂടെ കോമൺ ഇതിലാണ് പോളിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ്സിലാണ്. എന്താണ് ഈ പ്ലോയിഡിക്കും എന്താണ് ഗാമിറ്റോഫൈറ്റ്സിലുള്ള അപ്പോഗമിക്കും എന്താണ് ഒരു കോറിലേഷൻ ഉണ്ട്. അതായത് പോളിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ്സിലാണ് കുറച്ചുകൂടെ എന്താണ് അപ്പോഗമി നടക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അപ്പോഗമി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എഴുതിയാൽ മതി. ബാക്കിയുള്ള കുറച്ച് 5 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് അപ്പോഗമി എന്നുള്ളതാണ് കുറച്ചുകൂടെ ചോദിക്കാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.